അത്രയ്ക്ക് അവന് നന്ദുവിനെ ഇഷ്ടാ. അതുപോലെ തന്നെയായിരിക്കും തിരിച്ചും. അതുപോലെ തന്നെ ആയിരിക്കും നല്ലമ്മേ. അങ്ങനെയാണ്. അനിയുടെ കാര്യം പറയുമ്പോൾ നന്ദുവിന്റെ മുഖത്തുണ്ടാവുന്ന മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ. അതുപോലെ തന്നെ നവീനുമായിട്ടുള്ള ആലോചന അവൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതവൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവള് വീട്ടിലേക്ക് പോയേനെ. അതിനു പകരം ജോലിക്ക് പോലും പോവാതെ കറങ്ങി നടക്കുക. ഇനിയിപ്പോ ഇതൊരു വിവാദമാക്കാനൊന്നും ഞാനില്ല. ഇളയമ്മയുടെ സ്റ്റാൻഡ് എന്തായാലും വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് മറ്റ് ബന്ധങ്ങൾ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോനെ, ജാനകി ഇക്കാര്യത്തിൽ കർശന നിലപാട് എടുത്തിരിക്കുന്നത്. അതത്രയ്ക്ക് സിമ്പിളായിട്ടൊന്നും കാണാൻ കഴിയില്ല ആദർശേ. അമ്മയെ കൊന്നിട്ട് എന്തായാലും അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ മിക്കവാറും അവരുടെ കല്യാണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പരിചയമില്ലാത്ത നമ്പറാ. ഹലോ, നന്ദു ചേച്ചി. നീ ഇത് എവിടെയാ മോളെ? അത് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരിടത്ത് പെട്ടുപോയി ചേച്ചി. ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്കാ. നിങ്ങളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആരൊക്കെയാ? എല്ലാവരും ഉണ്ട്. എല്ലാരും എന്ന് പറഞ്ഞാ അനിയുണ്ടോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ചേച്ചി. ഹലോ നന്ദു. അനിയുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതൊക്കെ വന്നിട്ട് പറയാന്നാ പറയുന്നത്. നീ നമ്പർ ഒന്ന് കാണിച്ചേ. അല്ല, ഇത് പൊന്മുടിയാണല്ലോ. അപ്പൊ അവിടേക്കാ രണ്ടാളും പോയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഉണ്ടെന്നാ പറഞ്ഞേ. ആ രാകേഷിനെ വിഘ്നേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി അവരെല്ലാരും കൂടി ഒരിടത്ത് ഒത്തുകൂടിയതായിരിക്കോ? നന്ദുവിന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിശ്ചയം മുടങ്ങിയതിന്റെ പേരിൽ എന്തിനാ മോളെ നിന്റെ അച്ഛനും അമ്മയും നന്ദുവിന് വഴക്ക് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് പിണങ്ങിപ്പോയത്. നന്ദു അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ നവീൻ അതറിയത്തില്ല. അറിയില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നന്ദുവിന്റെ അടുത്തേക്കും എന്റെ വീട്ടിലേക്കും ഒക്കെ നവീൻ ആലോചനയായിട്ട് പോയത്. എന്തായാലും നവീന്റെ ആലോചന വളരെ നല്ലതായിരുന്നു. നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് വളരെ സേഫാ. നവീന്റെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും അവർക്ക് ഒരു മകനല്ലേ ഉള്ളൂ മോളെ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരുമകളെ മകളായി കണ്ട് അവർ സ്നേഹിച്ചേനെ. എനിക്ക് പത്മത്തെ അറിയാവുന്നതാണല്ലോ. എന്തായാലും ആരോടും പറയാതെ അനിയും നന്ദും പൊന്മുടി പോയെങ്കിൽ അത്തരം യാത്രകളൊന്നും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല.